ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ളോഗായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മളുടെ ന്യൂസിലാൻഡ് ഫാമിലിയുടെ കൂടിയാണ് നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ അതേ റെഡിയായി, ഹാഫ് റെഡിയായി, മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. മുടിയൊക്കെ പോയി. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അകത്തിരുന്നിട്ട് തന്നെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 3 മണിയായി. നമ്മുടെ പരിപാടി ഒരു 6 മണി മുതലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 6 to പിന്നെ ഒരു രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചെന്ന് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് സീക്രട്ട് സാൻഡേ ഉണ്ട്, കുറച്ച് ഗെയിംസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് ചിക്കൻ 65-ഉം പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും ആണ്. അല്ല, ഫ്രൈഡ് റൈസ് അല്ല, ഗീ റൈസ്, അതാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ പോയിട്ട് സെറ്റ് ചെയ്തിട്ടെല്ലാം ഭംഗിക്ക് കാണിച്ചു തരാം. ഓ, എൻ്റെ കൈ വേദനിക്കുന്നു ഇങ്ങനെ പിടിച്ചിട്ട്. എൻ്റെ കൈ നല്ല വേദന ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ ആംഗിൾ മാറ്റിയതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വ്ളോഗിൻ്റെ ഒരു ഉള്ളടക്കം. സമ്മറി ഇപ്പം തന്നെ ഞാൻ പറയാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പുതിയതായിട്ട് വേറൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ റെഡി ആവാൻ പോകണം. എനിക്കിനി മുടി നല്ല രസമുണ്ടല്ലേ കിടക്കണം. അപ്പോൾ റെഡി ആവാൻ പോകണം. ജിതിൻ്റെ ജിമ്മ് കഴിഞ്ഞ് വന്നു. ജിതിൻ ഇനി ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് അപ്പം അതൊക്കെ. പിന്നെ പറഞ്ഞില്ല, നമ്മളുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നത് അലീനയുടെ വീട്ടിലാണ്. അപ്പോൾ അലീനയുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അതൊന്ന് കാണിക്കണം. അതായിരിക്കും മെയിൻ ഹൈലൈറ്റ് ഈ വീഡിയോയുടെ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും വിശേഷമൊക്കെ ആയി സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ. എല്ലാവർക്കും അപ്പം തന്നെ ഒന്നും കൂടെ എൻ്റെ വകയും ജിതിൻ്റെ വകയും, ജിതിൻ പറയില്ല പക്ഷെ ഞാൻ പറയുന്നു ജിതിന് വേണ്ടിയിട്ട്, ജിതിൻ്റെ വകയും എൻ്റെ വകയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് മുന്നേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഹാപ്പി ന്യൂ ഇയറിന് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ കുറച്ച് ബിസിയാണ് ഞാൻ, കുറച്ച് ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ജിതിന് അവിടെ കത്തി വെച്ച് കളിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ജോബൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് എനിക്ക് വ്ളോഗ് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ട്, കുറച്ച് മുന്നേ ഞാൻ അത്ര പ്ലാൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഈ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. 26th of December ഇന്നലെ ആയിരുന്നു ക്രിസ്മസ് 25th. അപ്പോൾ 26th ഇവിടെ ബോക്സിംഗ് ഡേ എന്നാ പറയുക, ദ ഡേ ആഫ്റ്റർ ക്രിസ്മസ്. അപ്പോൾ ബോക്സിംഗ് ഡേയിൽ ഇവിടെ ഭയങ്കര സെയിലായിരിക്കും. പൊതുവെ എല്ലാ കടയിലും എന്തെങ്കിലുമൊക്കെ സെയിൽ കാണും. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ പൊതുവെ എല്ലാവരും ഈ ദിവസം നോക്കിയിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്ന് ഒരു സാധനം വാങ്ങി. പണ്ടൊക്കെ ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ വേറൊരു പ്രൊഡക്റ്റ് വേണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ വലുതാവും തോറും നമ്മുടെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ വേറെ പലതായി മാറുമല്ലോ. അപ്പോൾ ഞങ്ങളിതേ വാങ്ങിയത് ഈ ഒരു സാധനമാണ്. ഞാൻ കാണിച്ചുതരാം. ഇതേ കാണിച്ചുതരാം. ഡൈസൺ, ഇതാണ് ഡൈസൺ. അപ്പോൾ ഡൈസന്റെ എല്ലാവരും വിചാരിക്കും ഡൈസൺ എന്ന് പറയുമ്പോൾ ഞാൻ വല്ല ഹെയർ ടൂൾസ്, ഹെയർ സ്ട്രൈറ്റനിങ് ടൂൾസോ അല്ലെങ്കിൽ ഹെയർ കെയർ ടൂൾസ് ഒക്കെ ആയിരിക്കുന്നു. അല്ല, അതായിരുന്നു ഞാൻ പറഞ്ഞത്. മുന്നേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഹെയർ ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ആഗ്രഹങ്ങളൊക്കെ മാറി. എനിക്കിപ്പോൾ ഒരു വാക്യൂം ക്ലീനർ വേണമെന്നായി എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു വാക്യൂം ക്ലീനർ വാങ്ങി. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡീലിൽ കിട്ടി. നല്ലൊരു ഡീലായിരുന്നു. അപ്പോൾ ബോക്സിംഗ് ഡേക്ക് നോക്കിയിരുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. അതുപോലെ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു. ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു തോന്നുന്നു ബോക്സിംഗ് ഡേ വരാൻ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഈ വ്ളോഗിൽ. ഇല്ലേ വേറെ ഏതെങ്കിലും ഞാൻ കാണിക്കാം ഇതിൻ്റെ അൺബോക്സിങ്, ഇതെന്താ സംഭവം, ഇതെന്ത് വാക്യൂം ഞങ്ങൾ വാങ്ങിയെന്നുള്ളതൊക്കെ. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ ഇങ്ങനത്തെ ഒരു വാക്യൂം വേണം എന്ന ആഗ്രഹമുള്ളവർക്ക്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നോർമൽ ചൂലും മറ്റേ മോപ്പൊക്കെ മാറിയിട്ട് കുറേ ആൾക്കാർ വാക്യൂം ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വാക്യൂം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വാക്യൂം കൊണ്ടുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വാക്യൂം മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ബ്രാൻഡാണ് ഡൈസൺ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ബാക്കി റെഡി ആവട്ടെ, ഇല്ലെങ്കിൽ നമ്മളിനി ലേറ്റായി പോവും. ലേറ്റ് ആക്കണ്ടല്ലേ അധികം. എല്ലായിടത്തും ലേറ്റായി ചെല്ലേണ്ട അത്ര നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മൾ പങ്ക്ച്വലായിരിക്കണം എന്നുള്ളത്. പങ്ക്ച്വാലിറ്റി അത് മെയിനാണ്. അപ്പോൾ ആ ഒരു നോട്ടോട് കൂടി നമുക്ക് ഒന്നുകൂടി ഞാൻ എല്ലാവരെയും എൻ്റെ ഈ ഒരു ക്രിസ്മസ് വ്ളോഗിലോട്ട് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. ഞാൻ
അപ്പൊ ഞാൻ വളരെ എന്റെ ഓവർ കോൺഫിഡൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാല് ഇതാണ് ഓവർ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒരു 4-5 കൊല്ലം മുന്നത്തെ ഒരു ഡ്രസ്സ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അത് ഇടാം, എന്തിനാ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. ഇന്നത്തെ തീം റെഡ് ഓർ വൈറ്റ് ആണ്. അപ്പൊ റെഡ് കളർ ഒരു എന്താ വൈൻ റെഡ് കളർ പോലത്തെ ഒരു ഡ്രസ്സ് എൻ്റെ ഉണ്ടായിരുന്നു. ഞാനത് പഠിച്ച പണിയും 18 നോക്കി, എനിക്ക് കൊള്ളുന്നില്ല. ഞാൻ പറ്റാവുന്നിടത്തോളൊക്കെ അഴിച്ചു, എനിക്ക് കൊള്ളുന്നില്ല. ദൈവത്തിന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഇന്ന് രാവിലെ ഈ വാക്യൂം വാങ്ങാൻ പോയ സമയത്ത് ഒരു ഡ്രസ്സ് അങ്ങോട്ട് വാങ്ങിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രസ്. അപ്പോൾ എൻ്റെ ഈ ഒരു കമ്മലുണ്ട്, ഇതിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് കമ്മൽ. കുറച്ച് സിമ്പിളായിട്ട് പോവാം. പിന്നെ ഒരു മാലയുണ്ട്, കാരണം ഇത് കുറച്ച് വൈഡല്ലേ, വൈഡ് നെക്കല്ല. അപ്പം ഞാനൊരു മാലയും വാങ്ങിയിരുന്നു, സിമ്പിളായിട്ടുള്ളൊരു മാല. മാല എങ്ങനെയുണ്ട് നോക്കാം. കൊള്ളാം, മാല മാച്ച് ഉണ്ട് ഇതിന്. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മാച്ച് ആവുമോന്ന്. ബട്ട് എന്താ വീഡിയോ ഇല്ല, ഓണല്ല. അല്ല ഏറ്റവും ലാസ്റ്റത്തെ സാരില്ലാന്ന് ഇങ്ങനെ കൊല്ലാൻ നോക്കണതൊക്കെ വീഡിയോയിൽ കാണട്ടെ. എന്നാലും നടക്കും അത്. എനിക്കിടാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഹെൽപ്പ് ചോദിച്ചതായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്കേണ്ടി വരും. അപ്പൊ ഇതേ മാലിട്ടു, കമ്മലിട്ടു. ഈ കൈ ഫ്രീ ആയി കിടക്കുന്നോണ്ട് ഞാൻ ഇതിലും നമ്മുടെ പെൻഡോറയുടെ ചെയിൻ ഇട്ടു. ഇതിനകത്ത് എനിക്ക് ജിതിൻ തന്ന ചെയിൻ ഇട്ടു. ഞങ്ങൾക്ക് നമ്മുടെ YSL അടിക്കാം, അല്ലെങ്കിൽ ജിതിൻ തീർക്കും. ഞാൻ വല്ലപ്പോഴൊക്കെ അടിക്കണ്ടേ, കാരണം ഞാൻ എപ്പോഴും ഓർക്കും സ്പ്രേ അടിക്കണം എന്ന്, പക്ഷെ ഞാൻ മറന്നു. അപ്പൊ ഞാൻ അത് അടിച്ചു. അപ്പൊ ഞാൻ ഫുൾ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇനി പോയി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാം. ഇനി ജിതിൻ റെഡി ആയി വരട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി, കാരണം എനിക്ക് മറ്റു ഡ്രസ്സ് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. ഒരു മിനിറ്റ്. അപ്പൊ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്, സമയമുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്തു എന്നാ ഡൈസൺ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാന്ന്. അപ്പൊ പിന്നെ ജിതിൻ അൺബോക്സ് ചെയ്യണം, വീഡിയോ എടുത്താലും കുഴപ്പമില്ല, ഞാൻ അൺബോക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കിട്ടിയ അവസരം മുതലെടുക്കണല്ലോ. അപ്പൊ ഇന്ന് ജിതിൻ നമ്മുടെ ഡൈസൺ വാക്യൂം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാനിത് ഒന്ന് സൗണ്ട് ഉണ്ടാക്കേണ്ടിരിക്കുമോ? ജിതിൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം അല്ലേ. അൺബോക്സ് ചെയ്യല്ലേ ജിത്തു? അപ്പൊ ഇതാണ് നമ്മുടെ ഡൈസൺ, ഇതാണ് നമ്മുടെ വാക്യൂം. നമ്മൾ വാങ്ങിയിരിക്കുന്നത് Gen 5 ഡിറ്റക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡൈസന്റെ ഒരു ഇതാണ്, Gen 5 ഡിറ്റക്ട്. അതാണ്. അപ്പൊ ആദ്യം തന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇത് അതിന്റെ ഒരു, പിന്നെ അതെന്തോ ഓക്കെ, വാറണ്ടി കാർഡ്, ഓക്കെ, യൂസർ മാനുവൽ ഉണ്ട്. വാക്യൂം ഹെഡ്. ഓ കൊള്ളാലോ, നോക്കട്ടെ നേരെ കാണിച്ചു. ഇതാണ് ഇതിന്റെ വാക്യൂം ഹെഡ്. ഇതാണ് ഇതിന്റെ സ്റ്റെം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് ഡൈസൺ Gen 5. നോക്കണം, സമയത്ത് നോക്കാം. അതൊക്കെ ഞങ്ങൾ സമയമെടുത്ത് നോക്കി പഠിക്കാം. അതിനകത്തൊന്ന് ഇത് അതിന്റെ ജോയിന്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു ഒരു ഫുൾ രൂപം. ഗണ്ണ് ഫിറ്റ് ചെയ്യണ പോലെ ഉണ്ട്. ആ ചെറുത് ഫിറ്റ് ചെയ്യും. അതിങ്ങനെ ഇരിക്കും. ബാക്കിൽ ഓണാക്കി വെക്കൂ. ചാർജ് ഉണ്ടോ? ഒന്ന് ഇത് യൂസ് ചെയ്ത് കാണിക്കാം. എല്ലാം ഡസ്റ്റ് മുടിയൊക്കെ വരിക.
ഇതാണ് നമ്മുടെ വാക്യൂം. അതിനകത്ത് എത്ര മൈക്രോണിന്റെ പൊടികൾ കണ്ടുപിടിച്ചു എന്ന് കാണിക്കും. 10 മൈക്രോൺ, 90 മൈക്രോൺ, 180 മൈക്രോൺ, 500 മൈക്രോൺ. ചെറിയ പൊടികളായിരുന്നു ഇവിടെ കൂടുതൽ. അല്ലല്ല, വലിയ പൊടികളായിരുന്നു ഇവിടെ കൂടുതൽ, ചെറിയ പൊടികൾ കുറവാണ്. 500 മൈക്രോൺ വെച്ച് ഭയങ്കര ചെറുത്. ഇങ്ങനെ എന്തൊക്കെയോ കുറെ ടെക്നോളജി ഉണ്ട്, നമ്മൾ യൂസ് ചെയ്ത് പഠിച്ച് പറഞ്ഞുതരാം ഇതെന്തൊക്കെയാണ്. ഇത് കണ്ടു, ഇതിനകത്ത് ഇത് കുഞ്ഞു പൊടികൾ കണ്ടു. ഇതിപ്പോൾ ഇവിടുന്ന് കിട്ടിയ കുഞ്ഞു പൊടികൾ വരെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. മുടി, പൊടി, കുഞ്ഞ്, ഡസ്റ്റ് എല്ലാം ഉണ്ട്. അടുത്ത ഹെഡ് വെച്ചതാ കണ്ടു, ഇതിനകത്ത് ലൈസറൊക്കെ വരും. അപ്പൊ ഇത് കണ്ടു, കുഞ്ഞു പൊടികളൊക്കെ കണ്ടു. ഇത് പോയി ഈ ഒരു കുഞ്ഞ ഒരു ഇത് നോബ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞ സ്ഥലത്തെ പൊടികളൊക്കെ വലിച്ചെടുക്കാൻ പറ്റും. തോക്ക് പോലെ. അതാണ് തോക്ക് പോലെയല്ലേ. നമ്മളിപ്പോ ഇറങ്ങി, നമ്മളെ കൂട്ടാൻ ഹർഷയും അർജുൻ ചേട്ടനും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി അടിപൊളി വൃത്തികെട്ട മഴ നനഞ്ഞത്. അതെ, മഴ പെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്തൊക്കെ ഇരുന്നിട്ട് കുറെ സമയമായി എന്തായാലും. പക്ഷെ ഇറങ്ങിയപ്പോ നല്ല മഴ. അതെ, ഇനിയിപ്പോ നമ്മൾ നേരെ അലീനയുടെ വീട്ടിൽ പോകുന്നു. അലീനെ കാണുന്നു. ഇതേ ബാക്കില് സംഭവങ്ങളൊക്കെ ഇതേ വീഴുന്നുണ്ട്. നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അലീനയുടെ വീട്ടിലെത്തിയിട്ട് കാണാം നമുക്ക് അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് അലീനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അലീനയുടെ ഡെക്കറേഷൻസ് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് അലീന. അലീനയുടെ ഡെക്കറേഷൻ കാണിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട്. ഇതൊരു അടിപൊളി ക്രിസ്മസ് ട്രീ. കാണിക്കണില്ലേ നിന്റെ സ്ഥിരം? മെറി ക്രിസ്മസ്. താങ്ക് യു, മെറി ക്രിസ്മസ്. അലീനയുടെ ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ. രാത്രി ആവുമ്പോ ദീപുണ്ടി രാത്രി അലീനതൊന്നും കേൾക്കണ്ട. ഇനി രാത്രി ആവുമ്പോ ഞാൻ വീടിന്റെ പുറത്തുള്ള ഡെക്കറേഷൻസ് കാണിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ഞെട്ടും, ഒന്ന് ഞെട്ടും. നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതെ, ഞങ്ങളൊക്കെ നേരത്തെ എത്തി. ഇനി നേരത്തെ എത്താത്ത ആൾക്കാരുണ്ട്. ലിജോ ചേട്ടൻ. ഇത് നമ്മുടെ ഫുഡാണ്. ഫുഡൊക്കെ ഇനി ഞാൻ സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. വീട്ടിലിനി ലൈറ്റ് ഇടാൻ സ്ഥലങ്ങൾ ബാക്കിയില്ല. ചട്ടിക്കകത്ത് ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്ന് ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇട്ട് കൊള്ളാം. ഈ ക്രിസ്മസ് ട്രീ എനിക്ക് ഗ്രീൻ ക്രിസ്മസ് ട്രീനെക്കാളും ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീ ഇഷ്ടം. ഈ കളേഴ്സ് നല്ല രസമുണ്ട്. ഈ ഒരു എന്താ റോസ് ഗോൾഡ് ഷാംപെയിൻ കളർ. ഇനി നമ്മുടെ പുൽക്കൂട് രസമുണ്ട്. പുൽക്കൂട്, ഉണ്ണിയേശു. പിന്നെ ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഒരു സാന്റ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ പിള്ളേരുടെ റിപ്പീറ്റ്. ഓ, നമുക്ക് റിപ്പീറ്റ് കളിക്കാം. ഞാനും ഉണ്ട്.
ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് വണ്ടിയിൽ നിന്ന് എടുത്ത് സീക്രട്ട് സാൻഡി അല്ലേ, അപ്പോൾ ഗിഫ്റ്റ് ഏതാന്ന് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ഗിഫ്റ്റ് വണ്ടിയിൽ നിന്ന് എടുത്ത് കൊണ്ട് വെക്കട്ടെ കേട്ടോ അവിടെ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റെയിനിങ്. അപ്പം എൻ്റെയും ജിതിൻ്റെയും ഗിഫ്റ്റ് ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കാം. ഒന്നുമില്ല, എന്നിട്ടാണ് എല്ലാരും കിട്ടുന്നത്. അല്ല, നീ എടുക്കല്ല, നീ എല്ലാരും കൊണ്ട് എടുപ്പിക്കും. എടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ? ഈ നമ്പർ കിട്ടിയവർക്ക് പേര് നോക്കിയിട്ട് ഗിഫ്റ്റ് എടുക്കണേ. സ്വന്തം പേര് മാത്രം വായിച്ചാൽ മതി. ഇത് ഇങ്ങനെയൊക്കെ തുറക്കാൻ കഷ്ടം. എന്താ കാണിച്ചതാ? ഗിഫ്റ്റ് കാണിച്ചതാ? പക്ഷെ ഞാൻ വെള്ളം അടിക്കാത്തോണ്ട് എനിക്ക് അറിയില്ല. അതെ, കയ്യിൽ സാനിറ്റൈസ് ചെയ്യാം. കൊള്ളാം, അടിപൊളി അടിപൊളി. ഇനി പറ, ഗസ് ആരായിരിക്കും ആരായിരിക്കുന്നു? ദേവേട്ടൻ വീഡിയോ കോൾ അല്ലാതെ വീഡിയോ കോൾ ദീപക്ക് ശരി, ദീപക്. ഓക്കെ, ഒരു കസലുണ്ടോ? പിന്നെ ഇങ്ങോട്ട് പോന്നോ. അല്ല, മഗ്ഗാണത്. കുഞ്ഞ് ബേബി ബ്രഷ് അല്ലേ അത്? അല്ല, Merry Christmas by Santa. ഓ, റേറ്റിംഗ് അറിയില്ലല്ലോ. അതെ, അതെന്താ കപ്പുണ്ടല്ലോ. വാവ്,
അത് വടിവാള് എന്നെ വെട്ടാൻ. കൈ പറയല്ലേ കൈ നിന്റെ പല സാധനങ്ങളും എൻജോയ് ചെയ്യാൻ മറക്കുന്നു എന്നാണ് എഴുതിയിട്ടുണ്ട്. അല്ല കൈ എന്തിനാ ഉപയോഗിക്കുന്നത്? അത് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അതെ ഞാൻ എവിടെ പോവാനാണ് എനിക്കത് ഫണ്ണാണ് ഫണ്ണായിട്ടുള്ള ഒരു സംഭവമാണിത്. അതെ ഇത്രയും ഉടായിപ്പായിട്ട് തരുന്നെങ്കിൽ ആരായിരിക്കും ഞാൻ അതൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. ആരായിരിക്കും പറ ആരായിരിക്കും ഈ ഗിഫ്റ്റ് ആദ്യത്തെ തന്നത്? എനിക്ക് അവള് പറഞ്ഞു എല്ലാം ദീപക്കാണല്ലോ ദീപക്ക്. ആരാ ശരി ഗോപുരം കീറി പൊളിക്കാൻ പറ്റും. പണ്ടൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെ കീറി പൊളിക്കാൻ വേണ്ടി ചിത്രം ഇരുന്ന ആളാ. അങ്ങനെയല്ല ഭയങ്കര ഭംഗിയുടെ ആർട്ടിസ്റ്റിക് മറ്റേ സെന്റ് മറ്റേ തീ കത്തിക്കണത് മറ്റേ തീ കത്തിക്കണത് ക്യാൻഡില്. ഇന്നെ ഉദ്ഘാടിക്കുന്നത്. ഇനി ആരായിരിക്കും? അതിന് മറ്റേ പണ്ടറ ഞാൻ ഗസ് ചെയ്യാം. സെയിം ഇതാണ്. ഞാൻ ഗസ് ചെയ്തു. ഹർഷയാണ്. അതെ. അയ്യോ അത് പറയല്ലേ. അത് കഴിഞ്ഞു. ഞാൻ കിടക്കട്ടെ. ഞാൻ കണ്ടില്ല അത്. ഓക്കെ യെസ് കരു ഓപ്പൺ. കുറച്ച് തുറന്നു. ഹാപ്പി ആയോ കാരു? ഇഷ്ടായോ? അതെന്താ അത്? ഇഷ്ടായോ? ഗുഡ് ഗേൾ. നീ അവിടെ പോയി ഇങ്ങനെ ഓരോന്നുണ്ടാക്കി ഞങ്ങളെ തരാം. അതെ ഞാൻ ഒമ്പോ എത്രതും തുറക്കുന്നത് ആണോ? ഇഷ്ടായോ? ആ. ഇഷ്ടായില്ലേ അമ്മാനെ? വാള് വേണ്ടി വരുമോ? ഇത് മാതാപിതാ തിരിയുണ്ട്. രണ്ടെണ്ണൊക്കെ മറ്റേത് നിർത്തില്ല. അത് ഫിഷിങ്ങിന് വെച്ചതാ. കാണിക്കും. ഓ മിനി ബാർ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാം. മാള് വേണോ? പാവ ഒരു കത്രിക കൊടുക്കാൻ ആരേലും വേണ്ടാന്നൊക്കെ തനിയിരുന്ന് പൊട്ടിക്കട്ടെ എന്നൊക്കെ. എടാ അത് പൊട്ടണ്ട. ആരെയാണത്?
എടാ ഇത് നിന്റെ എനിക്കൊരു ഐഡിയ ഉണ്ട് ഇതാരാ കൊടുത്തേന്ന് അവര് പറഞ്ഞു കൊടുക്കണ അവരൊന്നും ഞാൻ പറയില്ല നോക്കട്ടെ തുറക്കാനായിട്ടില്ല. ഇത് ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടില് അവൻ കൈകൊണ്ട് വലിച്ച് പറിച്ചു അതൊക്കെ അതെ അതെ ഞാനാ ജോലി തലവേനെടുത്തു ചിരിച്ചു നീരജ ഉറപ്പിച്ചോ കഴിഞ്ഞോ എന്നാലും നീ എന്നെ അങ്ങനെ ചതിയെത്തിയാക്കിയല്ലോടാ ഞാൻ ഇത് വെച്ചിട്ട് തുറക്കാം താങ്ക് യു എത്രയോ അപ്പൊ അവളെ അടുത്തറിയാം ഹർഷ ലോട്ടറി അടിച്ചു ലോട്ടറി ഓ ഡബ് ഡബ് ഇനി കാൻഡിൽ കാൻഡിൽ വീഡിയോ ഇനി ഞാൻ ഗസ് ചെയ്യണം ഇതൊക്കെ ഇപ്പൊ തന്നെ തീർക്കുന്നതായിരിക്കും. എന്ത് പ്രശ്നം ഞാൻ കഴിക്കും ഞാൻ അവിടെ കൊണ്ടുപോകും ശരി നീ ഗസ് ഞാൻ ജിതിനെ ഗസ് ചെയ്യുന്നു ജിതിൻ ഓക്കെ ഇത് നിന്നെ അറിയുന്ന ആരുമാണല്ലോ അല്ല മറ്റേ കോക്ടെയിൽ മിക്സ് ഷേക്കർ എന്റെ സ്റ്റീലിന്റെ അതെ അതിന്റെ ഗ്ലാസ് ഒരെണ്ണുണ്ടാക്കിയാലും തന്നെ അതെ അതെ ആരായിരിക്കും ജെട്ടിക്കുട്ടെന്നുള്ളൊരു ഗിവ് അവേനകത്ത് ഞാൻ അലീന അല്ലായിരിക്കും അറിയില്ല കേട്ടോ അറിയില്ല നമുക്ക് അലീനെ പിടിക്കാം അലീലേനെ പിടിച്ചോട്ടോ ഇതേ ഒരേ ഇതാരാന്ന് എനിക്കറിയാം ഇത് ഒരേ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് വാവ് കൊള്ളാലോ വാവ് കൈയിട്ട് വരുത്തിന്നതെന്ന് ഓ നല്ല രസം നല്ല കൊപ്പയിൽ വരുത്തിന്നണം. ഇത് എന്റെ കീഴിലുള്ള ആരോ ആണ് തോന്നുന്നത് എനിക്ക് തന്ന ആരോ എനിക്കാണ് ഈ റെഡ് കവറും ആ ബ്ലാക്ക് കവറും ഒരു വീട്ടിൽ നിന്ന് വന്നത് തോന്നുന്നു അല്ലേ അങ്ങനെ കിട്ടി ആ ആരായിരിക്കും ഗസ് ഓക്കെ നിസ ചേച്ചി ഗസ് നിസ ചേച്ചിയാണ് അപ്പൊ ആരാ പറ ഗസ് ഗസ്
നീരജയുടെ കമ്മല് പുരിപ്പോ. അപ്പൊ ജിതിനല്ലേ ഗസ്? ഓക്കെ ഓക്കെ ഏത് കുടുംബത്തിൽ നിന്ന് വന്നാന്ന് എനിക്ക് മനസ്സിലായി. കുടുംബത്തിൽ പറഞ്ഞ ബാഗ് ഈ ബാഗ് എവിടെ കണ്ടിട്ടുണ്ട്? ഈ ബാഗ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഗിരിജാടൻ. ഏതോ സ്ത്രീയുടെ കൈയക്ഷരം അല്ല. എന്താ രണ്ട് നീരജുണ്ട്. നീർ രാജ. ഇതെന്താ ആവശ്യം വരും? നല്ല രസമുണ്ട്. നൈസ്. ആരായിരുന്നാലും താങ്ക് യു. ടിഷ്യൂ പേപ്പറിന് താങ്ക് യു. അതെ. എനിക്ക് തോന്നുന്നു ആദി. നല്ല ഗിഫ്റ്റ് കിട്ടിയപ്പോ അത് ആദ്യം എല്ലാം ഉണ്ടായപ്പോൾ ദീപക് ആദ്യമായിരിക്കണം എന്റെ ഗസ് ആദ്യം. ഓക്കെ ഒരേ വീട്ടിൽ നിന്ന് അതാ അതുപോലെയുള്ള അതേ പാത്രം നിങ്ങൾക്ക് എന്തെന്താ മൂന്ന് പഴംപൊരി പഴംപൊരിയോ അടിപൊളി അത് ഞാനാണ്. ഓ ക്യൂട്ട് ആയിട്ടുണ്ടത്. നല്ല രസമുണ്ടത്. ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ചു നിങ്ങള്? എനിക്ക് അതും കറക്റ്റ് ലാസ്റ്റ് ഗിഫ്റ്റ് കറക്റ്റ് നീലുണ്ട് സായില്ല ആലിലയിലുണ്ട് അമ്പാടിയിലുണ്ട് പക്ഷെ എന്നാൽ ലക്ഷ്യയിലില്ല. ഗിഫ്റ്റ് കിട്ടുമ്പോ ഒരു ഇതുണ്ടായിരുന്നു, ആരൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഗസ് ഉണ്ടായിരുന്നു. വളരെ സീക്രട്ട് സാന്റ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാരും ആ ആൾക്ക് പറ്റുന്ന ചേരുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഫണ്ണി ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കിച്ചൺ എടുത്ത് എല്ലാവരും അങ്ങനെ കൊടുക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ഹർഷയ്ക്ക് കുറച്ച് പണി കൊടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു ഹർഷയ്ക്ക് മാത്രം ഇത് കിട്ടിയ അവൾക്ക് ഫീൽ ആവില്ല. ഇപ്പൊ പിന്നെ എല്ലാരും ഓക്കെ ആയി. അതുകൊണ്ട് ജിതിന് ഒരു മാസം കാര്യം നടക്കും.
ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിഷോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി 60th ബർത്ത്ഡേ. ഹാപ്പി